സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് നോമ്പുകാല ചിന്തകളിൽ ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23, 27, 28 വാക്യങ്ങൾ. ഒരു വലിയ സമൂഹവും യേശുവിനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27, 28 വാക്യങ്ങളിൽ യേശു ക്രൂശും ചുമന്ന് കാൽവരി മലയിലേക്ക് നീങ്ങുമ്പോൾ ഇടയ്ക്ക് സംഭവിച്ച ഒരു സംഭവമാണ് നാം കാണുന്നത്. ചമ്മട്ടി അടി ഏറ്റവനായി വളരെ രക്തം ചിന്തിയ അവസ്ഥയിൽ യഹൂദന്മാരുടെയും റോമൻ സൈന്യത്തിൻ്റെയും മഹാപുരോഹിതന്മാരുടെയും നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതനായി യേശു വേദനിക്കുന്ന മുറിവേറ്റ മനസ്സോടെയും ശരീരത്തോടെയും ഭാരിച്ച ക്രൂശുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് യേശു ഒരു കാഴ്ച കാണുന്നത്. ആ കാഴ്ച കുറെ സ്ത്രീകൾ യേശുവിനെ ചൊല്ലി കരയുന്നതാണ്. അയ്യോ, യേശുവിന് ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു, ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ഈ ദൈവപുത്രന് ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നോർത്ത് അവരുടെ ഹൃദയം കലങ്ങി അവർ കരയുകയാണ്. ഇത് കണ്ട യേശുനാഥൻ അവർക്ക് കൊടുത്ത മറുപടി വളരെ പ്രസക്തമാണ്. അത് ഈ നാളുകളിൽ ചിന്താവിഷയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. യേശു പറയുകയാണ്, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിയാണ്. നാം ഏത് വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഭാരപ്പെടുന്നത്? നാം ഏത് വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ നെടുവേർപ്പെടുന്നത്? നാം ഏത് വിഷയത്തിലാണ് സത്യത്തിൽ കരയുന്നത്? സത്യത്തിൽ ഏത് വിഷയത്തിലാണ് നെടുവേർപ്പെടേണ്ടത്, ഏത് വിഷയത്തിലാണ് കരയേണ്ടത്, ഭാരപ്പെടേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. മനുഷ്യൻ ജീവനുള്ള അന്ന് നെടുവീർപ്പെടുന്നത് എന്ത്? ഓരോരുത്തൻ താന്താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പെടട്ടെ. നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക.
നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക. ഈ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നാം യേശുവിനെ ചൊല്ലിയല്ല കരയേണ്ടത്, പ്രത്യുത നമ്മുടെ പാപങ്ങളെ ഓർത്താണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം അനുതാപത്തോടെ, വേദനയോടെ, നെടുവീർപ്പോടെ കരഞ്ഞാൽ അത് യഥാർത്ഥമായ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും യഥാസ്ഥാനപ്പെടലിലേക്കും നമ്മെ നയിക്കും. ആമേൻ, ആമേൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ,